അങ്ങനെ സീസണിലെ അവശേഷിക്കുന്ന ഒരു നേരിയ പ്രതീക്ഷ, പ്ലേ ഓഫിൽ കടക്കാനുള്ള ഒരു നേരിയ പ്രതീക്ഷ അതും അവസാനിച്ചു കിട്ടി. ഇപ്പം ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ട, അടുത്ത സീസൺ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ 2 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം വിജയിക്കുകയാണ്, ഇനി അടുത്ത 2 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും, പിന്നെ മറ്റ് ടീമുകളൊക്കെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കിനാവ് കാണാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഇനി അടുത്ത സീസൺ നോക്കാം. ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെതിരെ അവസാന നിമിഷം ജയം കൈവിട്ടു. മിലോസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സിമ്പിൾ എറർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു മിലോസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതും ഒരു ഗോളിന് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ 86-ാം മിനിറ്റിൽ ഗോൾ വഴങ്ങുന്നു. അതായത് ഒരു ദാനം എന്നൊക്കെ പറയാം. നമ്മളെപ്പോഴും ഇങ്ങനെ മറ്റ് ടീമുകൾക്ക് ഗോളുകൾ ദാനം ചെയ്യലാണ് ഈ സീസണിൽ മുഴുവൻ കണ്ടത്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ റഫറിയുടെ തീരുമാനം, ലൈൻ റഫറി ഗോളൊക്കെ അടിച്ച് ഡാനിഷ് ആഘോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അത് ഓഫ് സൈഡാണെന്ന് ലൈൻ റഫറിക്ക് കത്തിയത്. അതും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കറക്റ്റായിട്ട് റീപ്ലേയിൽ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും അത് ഓൺ സൈഡാണ്. ഒരു കാരണവശാലും ഓഫ് സൈഡ് അല്ല. ഒരു ഡൗട്ട് പോലും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് തീരുമാനിക്കേണ്ട ഒരു ഡിസിഷനാണ്. പക്ഷേ അത് ഓഫ് സൈഡ് വിളിക്കുന്നു. അതിനു മുമ്പും ഡാനിഷിന് ഇതേപോലെ തന്നെ ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അൽബിനോ സേവ് ചെയ്തു, പക്ഷേ അതും ഓഫ് സൈഡ് വിധിച്ചു. അപ്പം തന്നെ ഡാനിഷ് ഇങ്ങനെ റഫറിയോട് പറയുന്നുണ്ട്, ഓഫ് സൈഡ് അല്ല, ഞാൻ ഓൺ സൈഡാണെന്നുള്ളത്. അതും റീപ്ലേയിൽ നമുക്ക് മനസ്സിലാവും ഓൺ സൈഡാണെന്നുള്ളത്. ഇത്ര പുവർ റഫറിങ് നമ്മളിതിപ്പോൾ എത്ര കാലമായിട്ട് പറയുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു മത്സരത്തിൽ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്ഥിരം ഇരയാണ് ഇന്ത്യൻ റഫറിമാരുടെ മണ്ടൻ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഏകപക്ഷീയമായുള്ള വിഡ്ഢിത്തരങ്ങൾക്കൊക്കെ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ടീമുകളും ഇരയാകുന്നൊക്കെ ഉണ്ട്. ഒരുപാട് നമുക്ക് വേണമെങ്കിൽ ഒരു 10-15 ഇൻസിഡൻസ് മൊത്തം പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു സീസണിൽ മാത്രം, റഫറിമാരുടെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ മണ്ടൻ തീരുമാനങ്ങളെന്നൊക്കെ. ഇതിനൊക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതിനൊക്കെ എന്നും ഒരു ശാശ്വത പരിഹാരം എപ്പോൾ ഉണ്ടാവും എന്നുള്ളത് അതിങ്ങനെ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വാറ് വരണം എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കും, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇത്രയും നിലവാരമില്ലാത്ത റഫറിങ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അല്ലെങ്കിൽ നല്ല വിദേശ റഫറിമാരെ കൊണ്ടുവരിക അറ്റ്ലീസ്റ്റ്. കാരണം കുറച്ചെന്നെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള റഫറിമാരെ കൊണ്ടുവരിക. അല്ലാതെ ഇതിങ്ങനെ തുടർച്ചയായിട്ട് റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാം. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനാണെങ്കിൽ നേരിയൊരു സാധ്യതയേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്കൊരു അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്ന്. പക്ഷെ എന്നാലും ആ ഒരു വിജയം ലഭിക്കുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസമായിരുന്നു. അതും ഇല്ലാതായി എന്നുള്ളതാണ്. അതും അത്യാവശ്യം നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു ബ്ലാസ്റ്റേഴ്സ്. അവസാനം 86-ാം മിനിറ്റിൽ മിലോസ് ആ ഒരു അബദ്ധം, ഒരു സെൽഫ് ഗോൾ വഴങ്ങുന്നതിന് മുമ്പ് വരെ വലിയ കുഴപ്പമില്ലാത്ത ഡിഫെൻഡിങ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് ഒന്നും പറയേണ്ട, നമുക്കിപ്പോൾ ഏക ഒരു ആശ്വാസം അടുത്ത സീസണിലേക്ക് കോറു സിംഗ് എന്ന് പറയുന്ന യുവ താരത്തിന്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു ഒന്നാന്തരം ഗോൾ തന്നെയായിരുന്നു കോറു നേടിയത്. അതും സ്റ്റെഫാൻ എസ്സെ പോലുള്ള ഒരു ഗഡാഗഡിയനെ മറികടന്ന് ഗംഭീര റണ്ണ്, ഗംഭീര ഷോട്ട്, ഒരു രക്ഷയില്ല. ഇപ്പൊ 2 ഗോളും 4 അസിസ്റ്റുമാണ് കോറു ഈ സീസണിൽ നേടിയിരിക്കുന്നത്. 15 അപ്പിയറൻസുകൾ, അതിൽ നിന്നാണ് ഇത്രയും മികച്ച സ്റ്റാറ്റ്സ്. ഇപ്പൊ തുടർച്ചയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 മത്സരങ്ങളിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കോറു തന്നെയാണ് ഒരു മുതൽ ഒന്നും പറയേണ്ട. അടുത്ത സീസണിൽ നമ്മുടെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് കോറു മാറും. പ്രത്യേകിച്ച് ഹിമിനസും നോഹയും ഇല്ലാത്തൊരു മത്സരത്തിലാണ് കോറു ആ ഒരു ഗോൾ നേടാൻ വേണ്ടി ഇത്രയും പണിപ്പെട്ട് ആ ഒരു നീക്കം നടത്തി അത് റിസൾട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് മികവും കൂടെ കോറുവിന് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയ അസറ്റ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം പെപ്രയ്ക്കൊന്നും ഗോൾ നേടാനുള്ള ഒരു കപ്പാസിറ്റി പലപ്പോഴും ഇല്ല. ഇപ്പം 6 ഷോട്ടാണ് പെപ്ര ഈ ഒരു മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ അടിച്ചത്, പക്ഷെ ഒന്നും ഗോൾ നേടാൻ പറ്റുന്നില്ല. പെപ്രേൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പെപ്ര ഹാർഡ് വർക്കിംഗ് ആയുള്ള പ്ലെയർ ആണ്, പക്ഷെ ആ ഒരു പൊസിഷനോട് അദ്ദേഹത്തിന് പലപ്പോഴും നീതി പുലർത്താൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ പെപ്ര കളിക്കുമ്പോൾ ആ ഒരു പൊസിഷനോട് അദ്ദേഹത്തിന് നീതി പുലർത്താൻ പറ്റുന്നില്ല. പലപ്പോഴും ബോൾ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് ഷോട്ടുകൾ അടിക്കാൻ പറ്റുന്നില്ല. ബോൾ കൺട്രോളിന്റെ കാര്യത്തിൽ പെപ്ര വളരെ പിന്നിലാണ്. പക്ഷേ നല്ല ഫാസ്റ്റ് ഉള്ള പ്ലെയർ ആണ്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നല്ല രീതിയിൽ പ്രസ് ചെയ്യും. പക്ഷേ പലപ്പോഴും എന്താണോ തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് വ്യക്തമായിട്ട് ചെയ്യാൻ പെപ്രയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ മിലോസ് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ആണ്. അദ്ദേഹം നമുക്ക് ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഒരു ഫോറിൻ സെൻറ്റർ ബാക്ക് ആ രീതിയിൽ നമുക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ സീസണോട് കൂടി മിലോസൊക്കെ ടീം വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്നു. പിന്നെ ലെഗാറ്ററിന്റെ ഭാഗത്ത് നിന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഡിഫെൻസീവ് വർക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല കോറു സിംഗിൻ്റെ ആ ഒരു ഗോളിന് ഹെഡർ പാസ് നൽകിയത് ലെഗാറ്ററാണ്. ലെഗാറ്റർ എന്തോ താളം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദ്യത്തെ ഇനീഷ്യൽ ഹിക്കപ്പൊക്കെ മാറി ഒന്ന് സെറ്റായി വരുന്നു എന്ന് തോന്നുന്നു. അതൊരു പ്രോമിസിംഗ് ആയുള്ള കാര്യം. കാരണം ഒരു വിദേശ ഡിഫൻഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറെ കൊണ്ടുവന്നതാണ്. അപ്പം അതിനുള്ളൊരു റിസൾട്ട് അടുത്ത സീസണിൽ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ മോശമായിരുന്നു. കാരണം അവസാനം ഒരു 70 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ മിലോസൊക്കെ അങ്ങ് ആകെ ക്ഷീണിതനായിരുന്നു, അവശനായിരുന്നു, ഓടാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് തന്നെയാണ് അവസാനം ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേസിനെസ് ആണ് ആ ഒരു സെൽഫ് ഗോളിൽ കലാശിച്ചത്. അപ്പം നല്ല രീതിയിൽ സബ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബികാഷ് യുമ്നം ഒക്കെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഹോർമിപ്പാമും
ഉണ്ടായിരുന്നു. പിന്നെ പെപ്പറയ്ക്ക് കിട്ടിയ അവസരങ്ങളൊന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസാനം വേണമെങ്കിൽ ഒന്ന് ഇഷാൻ പണ്ഡിതയെ ഒന്ന് പരീക്ഷിക്കായിരുന്നു, കാരണം വലിയ ചാൻസ് കിട്ടാത്തൊരു പ്ലെയറാണ്. പക്ഷെ അതും ഉണ്ടായില്ല. അപ്പം അങ്ങനെയുള്ള കുറേ ശരിയല്ലാത്ത തീരുമാനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ കുറേ യുവതാരങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കളിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഐമൻ ആണെങ്കിലും യൊഹംബെ ആണെങ്കിലും ഇവരെല്ലാം കളിച്ചു. അത്യാവശ്യം മോശമില്ലാത്ത പെർഫോമൻസ് ഒക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ മൊത്തം ഇത് തന്നെയാണ് പ്രശ്നം. അവസാനം പഠിക്കൽ കൊണ്ടുപോയി കലമുടക്കുന്ന സിറ്റുവേഷനാണ്. അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഡിഫൻസിൽ ഒരു ഉടച്ചു വാർക്കൽ അത്യാവശ്യമാണ്. അല്ലാതെ അടുത്ത സീസൺ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും. അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇപ്പം നവോച്ചയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആരും അത്ര ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയുള്ള പെർഫോമൻസ് അല്ല. മിലോസ് ആണെങ്കിൽ ദയനീയ പെർഫോമൻസ് ആണ്, കൺസിസ്റ്റൻസി ഇല്ല. പിന്നെ സന്ദീപിൻ്റെ ഭാഗത്ത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഫോർമിപ്പാം ആണെങ്കിലും നിലവാരമില്ലാത്ത പെർഫോമൻസ് ആണ് പലപ്പോഴും കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ച് ആവശ്യമാണ്. പിന്നെ ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ നോറയ്ക്ക് അവസാനം ഒരു അവസരം കിട്ടി അരങ്ങേറാൻ. അദ്ദേഹം വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എസ്ഐയുടെ ഒരു പോയിന്റ് ബ്ലാങ്ക് ഹെഡറൊക്കെ ഉണ്ടായിരുന്നു, അത് സേവ് ചെയ്തു. പിന്നെ ആ ഒരു സെൽഫ് ഗോൾ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ആരും പ്രതീക്ഷിക്കാത്ത അവസരത്തിലാണ് മിലോസ് ഇങ്ങനെയൊരു സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നോറ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത മത്സരങ്ങളിൽ നോറയെ ഇറക്കി ആ താരത്തിൻ്റെ കോൺഫിഡൻസ് ഒന്ന് വർദ്ധിപ്പിക്കുന്ന ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ള. റഫറിങ് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം, അത് വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ അതിനൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 2 മത്സരങ്ങളാണ്. ഇപ്പോൾ അടുത്ത മത്സരം വരുന്നത് മുംബൈ സിറ്റി ആയിട്ടാണ്, അത് കൊച്ചിയിലാണ്. പിന്നെ ലാസ്റ്റ് മത്സരം ഹൈദരാബാദിനെതിരെ എവേ പോരാട്ടം. അപ്പോൾ ഈ 2 മത്സരങ്ങളിലും ഇനി എന്ത് വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ കാണികളുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായുള്ള നിസ്സഹകരണം ഉണ്ടായിരുന്നു. നമ്മളത് കണ്ടു. ഒഴിഞ്ഞ ഗാലറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ നമ്മളിങ്ങനെ അടുത്ത കാലത്തൊന്നും ISL ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 3-2 ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഒരു മുന്നറിയിപ്പാകുമോ? അവരത് ഒരു റൈറ്റ് സ്പിരിറ്റിൽ എടുത്ത് അടുത്ത സീസണ് മികച്ച താരങ്ങളെയൊക്കെ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെയാണ് ഇനിയുള്ള ഒരു ചോദ്യം. എന്തായാലും നമുക്കിതിപ്പം ഈ രീതിയിൽ തന്നെ അവസാനിപ്പിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റായി രേഖപ്പെടുത്തണേ.